എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എളുപ്പത്തിൽ വളരെ രുചികരമായ ഒരു നെയ്ച്ചോറാണ്. ഇതിന് വേണ്ടത് ബസ്മതി റൈസ് 3 കപ്പ് 600 ഗ്രാം, ഗാർണിഷ് ചെയ്യാൻ വേണ്ട 20 കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി 25, ഒരു മീഡിയം സവാള സ്ലൈസായിട്ട് അരിഞ്ഞത്, വഴറ്റാൻ വേണ്ട 2 സവാള, നാരങ്ങ നീര്, 6 ഏലയ്ക്ക, 4 ഗ്രാമ്പു, 2 ചെറിയ കറുവപ്പട്ട. ഇനി നമുക്ക് തുടങ്ങാം. ഒരു കുഴിഞ്ഞ പാത്രം ഗ്യാസിൽ ലോ ഫ്ലെയിമിൽ വെക്കണം. അതിലേക്ക് 4 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കണം. നാല് ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. നിങ്ങളുടെ ആവശ്യം അനുസരിച്ച് എണ്ണ മാത്രമോ നെയ്യ് മാത്രമോ എടുക്കാവുന്നതാണ്. അതിലേക്ക് കാഷ്യൂനട്ട് ഇടണം. കാഷ്യൂനട്ട് ഫ്രൈ ആക്കിയ ശേഷം എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. എണ്ണയിലേക്ക് ഉണക്കമുന്തിരി ഇടണം. ഉണക്കമുന്തിരി ഫ്രൈ ആയ ശേഷം അത് എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. സ്ലൈസായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള എണ്ണയിലേക്ക് ഇടണം. ഗോൾഡൻ ബ്രൗൺ ആകുന്നവരെ സവാള ഫ്രൈ ചെയ്യണം. ഫ്രൈ ചെയ്ത സവാള എണ്ണയിൽ നിന്ന് കോരിയെടുക്കണം. ബസ്മതി റൈസ് എടുത്ത് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് 10 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കണം. ഒരു കുഴിഞ്ഞ നോൺ സ്റ്റിക്കി പാത്രമെടുത്ത് ലോ ഹീറ്റിൽ അതിലേക്ക് 4 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. അതിലേക്ക് കറുവപ്പട്ട, ഏലയ്ക്ക, ഗ്രാമ്പു ഇതെല്ലാം കൂടി ഇട്ട് ഒന്ന് ചൂടാക്കണം. അതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർക്കണം. സവാള സോഫ്റ്റ് ആകുന്നവരെ വഴറ്റിയെടുക്കണം. അതിലേക്ക് ട്രെയിൻ ചെയ്ത് വെച്ച ബസ്മതി റൈസ് ഇടണം. 3-4 മിനിറ്റ് നന്നായിട്ട് റോസ്റ്റ് ചെയ്യണം. അതിലേക്ക് 4.5 കപ്പ് ചൂടുവെള്ളം ഒഴിക്കണം. 1 കപ്പ് റൈസിന് 1.5 കപ്പ് വെള്ളമാണ് കണക്ക്. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിടണം. 2 ടീസ്പൂൺ നാരങ്ങ നീരൊഴിക്കണം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. അരി ഒന്ന് തിളയ്ക്കുമ്പോൾ അടപ്പ് വെച്ച് നന്നായിട്ട് അടച്ച് 7 മിനിറ്റ് കുക്ക് ചെയ്യണം. 7 മിനിറ്റ് കഴിഞ്ഞ ശേഷം അടപ്പ് മാറ്റി ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. വീണ്ടും അടച്ചു വെച്ച്
3-4 മിനിറ്റ് കൂടി കുക്ക് ചെയ്യണം. പതിയെ ഒന്ന് മിക്സ് ചെയ്യണം. നമ്മുടെ റൈസ് നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത ശേഷം അതിലേക്ക് ഗാർണിഷ് ചെയ്യാനുള്ള സവാള, കാഷ്യൂനട്ട്, ഉണക്കമുന്തിരി ഇതെല്ലാം കൂടി വിതറിയ ശേഷം ഒരു 20 മിനിറ്റ് കൂടി അടച്ചു വെച്ച് നമുക്ക് സെർവ് ചെയ്യാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.